ദീർഘകാലത്തെ സിപിഎം ബന്ധം അവസാനിപ്പിച്ച് സിപിഎം മുൻ എംഎൽഎ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. മുന്നോട്ടു പോകാൻ പറ്റാതെ വന്നതോടെയാണ് സിപിഎം വിട്ടതെന്ന് ഐഷ പോറ്റി പ്രതികരിച്ചു. പാർട്ടി അവഗണിച്ചു. ആരെയും കുറ്റപ്പെടുത്താനില്ല. കോൺഗ്രസിന്റെ രാപ്പകൽ സമര പന്തലിലെത്തി കെപിസിസി അധ്യക്ഷനിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. വർഗവഞ്ചക എന്ന വിളി പ്രതീക്ഷിക്കുന്നുവെന്നും എക്കാലവും താൻ മനുഷ്യപക്ഷത്താണെന്നും ഐഷ പോറ്റി അവരുടെ പ്രതികരണത്തിൽ. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, 3 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ് ഐഷ പോറ്റി. VD സതീശൻ പറഞ്ഞ വിസ്മയം നമ്പർ 1 ഐഷ പോറ്റിയാണ്. തീർച്ചയായിട്ടും VD സതീശൻ വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഐഷ പോറ്റി കോൺഗ്രസിലെത്തുന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ സമയം മുതൽ പിന്നീട് ഇനിയും അന്ന് നേതാക്കൾ വരാനിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേരില്ല. പ്രത്യേകിച്ചും കൊല്ലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിലുമൊക്കെ വലിയ പേരുള്ള നേതാവ് തന്നെയാണ് ഐഷ പോറ്റി. R ബാലകൃഷ്ണപിള്ള എന്ന മഹാമേരുവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 2006 ഐഷ പോറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തിലന്ന് R ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി. പിന്നീട് 2011-ലും 2016-ലും മികച്ച ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി അവിടെ നിന്ന് വിജയിച്ചു വന്നത്. എന്നാൽ 2021-ൽ CPM സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി അകലുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ജൂലൈയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് കോൺഗ്രസിൻ്റെ വേദിയിലെത്തി ഐഷ പോറ്റി. വേദിയിലെത്തുന്നു പറഞ്ഞപ്പോൾ തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു. എന്നാൽ അവർ കോൺഗ്രസ് ബന്ധം ഇല്ല, താൻ CPM-കാരിയായി തന്നെ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആരോപണങ്ങളെയും അഭ്യൂഹങ്ങളെയും തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ അന്ന് മുതൽ കോൺഗ്രസ് കൃത്യമായ ഒരു നീക്കം നടത്തിയിരുന്നു. ഒടുവിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്താനുള്ള തന്നെ തീരുമാനം ഉറപ്പിച്ചത്. ഇന്ന് ലോക് ഭവന് മുന്നിൽ നടക്കുന്ന രാപകൽ സമരവേദിയിലെത്തി വലിയ സ്വീകരണത്തോടുകൂടി കോൺഗ്രസ് നേതാക്കൾ അവരെ സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി സ്ക്വയറിന് സമീപമെത്തി അവരെ സ്വീകരിച്ച് ആനയിച്ച് സമരപന്തലിലേക്ക് കൊണ്ടുപോയി. അവിടെ ACCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ACC ജനറൽ സെക്രട്ടറി, കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ ചേർന്നാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് അവർക്ക് കോൺഗ്രസ് അംഗത്വം നൽകി. CPM-നെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് കയറിയത്. ഏതായാലും ഇപ്പോൾ തന്നെ CPM നേതാക്കൾ അവരെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ നേട്ടമായി തന്നെ കോൺഗ്രസ് ഇതിനെ ഉയർത്തിക്കാട്ടും. ജനകീയായ നേതാവാണ്, ജനകീയ MLA ആയിരുന്നു. ഒരു കാലത്ത് UDF-ന്റെ കോട്ടയായിരുന്നു R ബാലകൃഷ്ണപിള്ളയുള്ളപ്പോൾ കൊട്ടാരക്കര. ആ കൊട്ടാരക്കര തിരിച്ചുപിടിക്കാൻ ഐഷ പോറ്റിയിലൂടെ കഴിയുമെന്ന് അവർ കരുതുന്നു. ഇപ്പോഴും ഐഷ പോറ്റിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്ന് ഉറപ്പാണ്, ഐഷ പോറ്റിയെ വെറുതെ അവർ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതല്ല. അവരെ കൊട്ടാരക്കരയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കും. ഇപ്പോൾ KN ബാലഗോപാൽ സംസ്ഥാന ധനമന്ത്രിയാണ്. കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA. അടുത്ത തവണ അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്താൽ ശക്തമായൊരു പോരാട്ടത്തിനാകും കൊട്ടാരക്കര വേദിയാവുക. അല്ലെങ്കിൽ ഒരുപക്ഷേ മറ്റേതെങ്കിലും മണ്ഡലത്തിലെ ബാലഗോപാൽ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഐഷ പോറ്റി എന്ന വലിയ ഒരു പേര് തന്നെ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേറ്റ വലിയൊരു അടിയാണ്. കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന ചർച്ചകൾക്കിടെയാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ നീക്കം നടന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഐഷ പോറ്റിയുടെ പ്രതികരണം അതിനൊന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണോ ഐഷ പോറ്റി എന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയാക്കിയത് ഈ നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്, എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. മനുഷ്യന് ക്ഷമയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദ്യം വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലാതെ ഇനി എന്നോട് ഒന്നും ചോദിക്കില്ല. ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം. കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. എന്താണ്, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് എന്നെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ആള്. നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് വിളിച്ചാലും എല്ലാ പാർട്ടിയും പോകത്തില്ലേ. അതേപോലെ എന്നെയും വിളിച്ചിരുന്നു. എനിക്കൊരു അനുഭവമുണ്ട്. 3 തവണ MLA ഇരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം പല കാര്യങ്ങളും അവിടുത്തെ സ്കിൽ പാർക്കിന്റെ ഉൾപ്പെടെ ഞാൻ ഓരോ പറയൽ പല കാര്യങ്ങൾക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ മുമ്പിലുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ പോറ്റി വാന്ന് പറഞ്ഞ് ഞാനത്ര വലിയ ആളുമൊന്നും അല്ലെങ്കിലും ഉടനെ എണീറ്റ് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള, ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡറായാലും എത്ര വലിയ മന്ത്രിയായാലും അതിന് മേളിലുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ? സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ?
കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന. അധികാരമോഹിയല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അധികാരമോഹിയല്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാർ അതൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇവിടെ. പക്ഷെ ഇന്നും ഞാൻ സൗമ്യമായിട്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ എന്നെ ഒരു പ്രസ്ഥാനമല്ലേ വളർത്തിയ വർഗ വഞ്ചകയെന്ന് തുടങ്ങി എനിക്ക് വലിയ ഭാഷ വശമില്ല, മാതിരി മ്ലേച്ഛ ഭാഷകളൊന്നും. അതൊക്കെ വരും. നിങ്ങൾ ഓർത്തോളുക, ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ മനുഷ്യനോടൊപ്പം എന്ന് നിൽക്കുന്ന ആളാ. ഒരു പ്രസ്ഥാനവും മാത്രമല്ല. ഇപ്പൊ ഈ ഭാഗമായി വന്നു. ഒരു പഴയ കാലം മുതലുള്ള ഒരു തറവാടല്ലേ കോൺഗ്രസ് പ്രസ്ഥാനം. എല്ലാ പാർട്ടിയോടും എനിക്കിഷ്ടമാണ്, എല്ലാ മനുഷ്യരോടും ഇഷ്ടമാണ്. ഞങ്ങളുടെ സഖാക്കൾ പ്രവർത്തകരോടൊക്കെ അങ്ങേറ്റം ജീവനാണ്. നല്ല വിഷമം ചിലപ്പോൾ അവർക്ക് വരും, സാരമില്ല. ഈ ഐഷാപ്പോറ്റി എന്നും ഐഷാപ്പോറ്റി ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും. ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഒരു എളിയ പ്രവർത്തകയായിട്ട് ജീവനുള്ള കാലത്ത് മനുഷ്യനോടൊപ്പം കാണും, എല്ലാവരോടും ഒപ്പം കാണും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.